വാഗ്ദാനങ്ങൾ നൽകി സർക്കാർ കബളിപ്പിച്ച എറണാകുളം വാളകം പഞ്ചായത്തിലെ MN ലക്ഷം വീട് കോളനി നിവാസികളുടെ ദുരിതത്തിന് അവസാനമില്ല. അരനൂറ്റാണ്ടിനിപ്പുറവും ചോർന്നൊലിക്കുന്ന ഇരട്ട വീടുകളിൽ ദുരിത ജീവിതം നയിക്കുകയാണിവർ. ഒരു ഭിത്തിക്ക് ഇരുവശത്തായി ജീവിക്കുന്ന ഈ കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ വാസസ്ഥലം എന്നത് ഇപ്പോഴും സ്വപ്നമായി അവശേഷിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 1972 സംസ്ഥാനത്ത് ലക്ഷം വീട് പദ്ധതി പ്രാവർത്തികമാകുന്നത്. അന്ന് പണിത ഇരട്ട വീടുകൾക്ക് ഇന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അടിസ്ഥാന സൗകര്യമാണെങ്കിൽ പേരിന് മാത്രം. വാളകം പഞ്ചായത്തിലെ MN ലക്ഷം വീട് കോളനിയിൽ മാത്രം 7ഓളം ഇരട്ട വീടുകളുണ്ട്. ചിലതൊക്കെ ഒറ്റ വീടുകളായി. 10 വർഷം മുൻപ് അറ്റകുറ്റപ്പണിക്കായി ചെറിയ തുക ലഭിച്ചതല്ലാതെ സർക്കാർ സഹായമൊന്നും തേടിവരാത്ത ഒരിടം. ഇടിഞ്ഞു വീഴാറായ വീടുകളിലാണ് മിക്കവരും താമസിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഇതാണ് അവസ്ഥ. വീടിന്റെ അവസ്ഥ അപ്പടി ചോർന്ന് പോകുന്നുണ്ട്, അപ്പടി ചോർച്ചയുണ്ട്. വാർഡിൽ നിന്ന് ജയിച്ചു പോണവരൊന്നും തിരിഞ്ഞ് വാർഡിയിട്ട് നോക്കാറില്ല. ആരും ഒരു സഹായം ഒന്നും ചെയ്തിട്ടില്ല. എന്തൊന്നും കിട്ടിയിട്ടില്ല. വീട് വേണം കിട്ടി ഞങ്ങൾ പണ്ട് നന്നാക്കൂലേ. ഇത് മുഴുവൻ ചെതല. മഴ വരുമ്പോൾ ചോരും, കട്ടിലൊക്കെ ചോരും, തുണിയൊക്കെ നനയും. ഷീറ്റ് മേടിച്ചിട്ട് എന്താ പുറത്ത്. കുടിവെള്ളത്തിനായി ഒരു പഞ്ചായത്ത് കിണറുണ്ട്. പേരിന് പൈപ്പ് കണക്ഷൻ ഉണ്ടെങ്കിലും പലപ്പോഴും വെള്ളം കോരി ചുമന്നു വേണം മുകളിലെ വീടുകളിലേക്ക് എത്താൻ. കയറ്റേക്കുള്ള വീടുകളൊന്നും വെള്ളമില്ല. പൈപ്പ് വെള്ളം വേണം ചോന്നുണ്ട്. കയറ്റം കയറി പോകേണ്ട അവിടെയുള്ള വീടുകളെല്ലാം വെള്ളം ചോന്നുകൊണ്ട് കയറി പോവാം. വഴികൾക്കൊക്കെ ഉണ്ട്, പക്ഷെ ലൈറ്റില്ലാന്ന് മാത്രമേ ഉള്ളൂ. സർക്കാരിന്റെ ഒന്നും കിട്ടിയില്ല. ഒരു ജലസംഭരണി കൂടി നിർമ്മിച്ചാൽ വെള്ളം ചുമക്കുന്ന വീട്ടമ്മമാരുടെ ദുരിതാവസ്ഥയ്ക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാകും. കൂലിപ്പണി ചെയ്ത് ഉപജീവനം തേടുന്നവരാണ് എല്ലാവരും. ചിലർക്ക് പട്ടയമുണ്ട്. പട്ടയരേഖകളില്ലാത്തവർക്കാണെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യത്തിനോ വിവാഹത്തിനോ വായ്പ എടുക്കാനും സാധിക്കുന്നില്ല. വോട്ട് തേടിയെത്തുന്നവർ മോഹന വാഗ്ദാനങ്ങൾ നൽകും. ചെറുതെങ്കിലും മഴവെള്ളം വീഴാതെ കിടന്നുറങ്ങാൻ കഴിയുന്ന കൂര വേണമെന്ന ആഗ്രഹം മാത്രമേ ഇവർക്കുള്ളൂ. വീട് നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ട്. നനയാതൊക്കെ ചോർന്നൊലിക്കാതെ കിടക്കാനൊരു ഒത്തിരി വലിയ ഇതൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ട്. ആരും നടപ്പിലാക്കോ ഒന്നും അറിയില്ല. മാറി മാറി വന്ന സർക്കാരുകൾ ഈ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചു. വോട്ട് വാങ്ങി വിജയിച്ചു പോയവർ പിന്നീട് ഈ വഴി വരാറേയില്ല. വാളകം പഞ്ചായത്തിലെ MN ലക്ഷം വീട് കോളനിയിൽ നിന്നും ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം രേഷ്മ ബാബു, ജനം, കൊച്ചി.